ഹായ് ഫ്രണ്ട്സ്, റിയ ബോട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് പിന്നി കെട്ടി എന്ന് പറയുന്ന ചെറിയ കുട്ടികളുടെ ന്യൂബോൺ കുട്ടികളുടെ ചെറിയ ഡ്രസ്സാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് 10 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയാണ്. അതിനെ നമുക്ക് നടുമടക്കി വയ്ക്കാം. നടുമടക്കിയതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക. നമുക്ക് ആവശ്യമുള്ള നീളം 8.5 ഇഞ്ചാണ്. 8.5 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, 9 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ 1 ഇഞ്ച്, അത് മാർക്ക് ചെയ്യുക. ഇനി കഴുത്തിന് മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ ഡീപ്പ് 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിന് സ്ക്വയർ മാർക്ക് ചെയ്ത് റൗണ്ട് മാർക്ക് ചെയ്യാം. ഇനി റിഗാളിൻ്റെ അളവ് 4 ഇഞ്ച് വെച്ചിട്ടുണ്ട്. വണ്ണം 4.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. നാലര ഇഞ്ച് എന്ന് പറഞ്ഞാൽ 18 ഇഞ്ച് വണ്ണേ വരുന്നുള്ളൂ ടോട്ടൽ. ഇത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ അളവാണ് വെച്ചത്. ഇനി ബാക്കിലേക്ക് അതേ അളവ് തന്നെ വയ്ക്കുക. ബാക്കിലേക്ക് 4 ഇഞ്ച് വെച്ച് 1 ഇഞ്ച് തയ്ക്കാനുള്ള തുമ്പ്. അതിനെവിടെ യോജിപ്പിക്കുക. ഇനി ഈ പോയിന്റിൽ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിനെ ഇവിടെ മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് റിഗാളിൻ്റെ പോയിന്റ്, ഇത് ഷോൾഡറിൻ്റെ അളവ്. ഇനി നമുക്ക് ഈ കഴുത്ത് മാർക്ക് ചെയ്തോടുന്നാണ് ഇതിൻ്റെ റിഗാളിലേക്ക് ഷേപ്പ് കൊടുക്കേണ്ടത്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മാർക്കിങ് കഴിഞ്ഞു, കട്ട് ചെയ്താൽ മതി. ഇതിൽ പൈപ്പിങ് കൊടുക്കണം. ഈ പൈപ്പിങ് ബാക്കിലേക്ക് നീട്ടിയിടണം കെട്ടാനുള്ളത്. അതുപോലെ ഈ എൻഡിലും ഒരു പൈപ്പിങ് വെച്ച് താഴെയും മേലെയും കെട്ട് കൊടുക്കുക ബാക്കിലേക്ക്. പിന്നെ കഴുത്തിൽ 1/2 ഇഞ്ച് വീതിയിൽ നെക്ക് ബാൻഡ് കൊടുക്കാം. എന്നിട്ട് ബാക്കിൽ ഹുക്ക് വയ്ക്കാം. അതല്ലെങ്കിൽ ഇതിലും പൈപ്പിങ് കൊടുത്ത് നീട്ടിയിട്ടാൽ കഴുത്തിലേക്ക് കെട്ടി നിർത്താം. പിന്നെ ഇവിടെ ഒരു ബോ കൊടുക്കാം. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം.
ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ മടക്കി അടിക്കാനുള്ള മാർക്ക് ചെയ്യാം. ഇതിനെ ഒരു മടക്ക് ഇവിടെ മടക്കി അടുത്ത മടക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ പൈപ്പിങ് നീട്ടിയിടുക, കഴുത്തിൻ്റെ പൈപ്പിങ് പുറത്തേക്ക് നീട്ടിയിടുക. ഇവിടെ അടിഭാഗത്ത് എൻഡ് മടക്കി അടിച്ചതിന് ശേഷം ഇവിടെ പൈപ്പിങ് കൊടുത്താൽ ഇവിടെ കെട്ടും. ഇത് തന്നെ സിംഗിൾ കെട്ടിൽ ബാക്കിൽ നിർത്താം. അത് നമ്മളിപ്പോൾ ഈ അടയാളപ്പെടുത്തിയതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ അളവിനെ നേരെ ഈ പോയിന്റിലേക്ക് മുട്ടിക്കുക. അതുപോലെ ഇവിടെ നിന്നുള്ള ഇത് സൈഡ് അളവാണ്. നമ്മൾ വെച്ച 4.5 ഇഞ്ചിൽ നിന്ന് ഈ സെൻറ്റർ പോയിന്റിലേക്ക് മുട്ടിക്കുക. അപ്പോൾ അതിൻ്റെ കട്ടിങ് ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ സൈഡ് സീമ വരുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ വരും. ഇവിടെ 1 ഇഞ്ച് മടക്കി തയ്ക്കും. ഇവിടെ കെട്ട് വരും. സിംഗിൾ കെട്ടുമ്പോൾ ഇവിടെ നിൽക്കും. ഫ്രണ്ട് ഇങ്ങനെ വരും. ഫ്രണ്ടിൽ ബോ വരും. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബോ കൊടുക്കാം. ഇതിനെ നമുക്ക് കഴുത്തിൽ ബാക്കിലേക്ക് ചുറ്റിക്കാം. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ എടുത്തിട്ടുള്ള തുണിയാണിത്. 20-21 ഇഞ്ചിൽ നീളവും 10.5 ഇഞ്ചിൽ വീതിയുള്ള തുണി എടുത്തു. അതിനെ സെൻറ്റർ മടക്കിയതിന് ശേഷം നമ്മളിവിടെ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. താഴെ 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിനെ വീണ്ടും ഒരു മടക്കി. അപ്പോൾ ഈ പോർഷൻ ബാക്കും ഈ പോർഷൻ ഫ്രണ്ടും വരും. ആ 4.5 ഇഞ്ചിൽ നമ്മളതിനെ ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ഇവിടെ 1 ഇഞ്ച് മാർജിൻ കൊടുത്ത് ഫ്രണ്ട് മടക്കി അടിക്കാനായിട്ട് ബാക്കിലെ കഴുത്ത് 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഡീപ്പ് കൊടുത്തു. അതിനെ റൗണ്ട് ഷേപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ 6 ഇഞ്ച് ഷോൾഡറിന് 3 ഇഞ്ച് ഇവിടെ വെച്ചു. ആ 3 ഇഞ്ച് ഇവിടെയും വെച്ചു. 4 ഇഞ്ച് താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനെ ആ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തു. എന്നിട്ട് ബാക്കിലെ കഴുത്ത് കട്ട് ചെയ്യാം, റിഗാളും കട്ട് ചെയ്യാം. അത് കഴിഞ്ഞതിനെ നീർത്തി വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യണം. ബാക്കിൻ്റെ അളവിൽ 1.25 ഇഞ്ചിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു.
അതിനെ അടയാളപ്പെടുത്തി ഇതിനെ നമുക്ക് വി ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ അടയാളപ്പെടുത്താം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇവിടെ ഫ്രണ്ട് മടക്കി അടിക്കുക. അത് കഴിഞ്ഞ റിഗാർഡിൽ പൈപ്പിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അകത്തേക്ക് പീസ് വെച്ച് അടിച്ചു മറിക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഷോൾഡർ ജോയിൻ്റ് ചെയ്താൽ ഈ രൂപത്തിൽ കിട്ടും. ഇവിടെ താഴെ ഫോൾഡ് ചെയ്യാം. ഇനി കഴുത്തിന് നമ്മൾ പൈപ്പിംഗ് കൊടുക്കാം. കഴുത്തിന് പൈപ്പിംഗ് ഇവിടെ കെട്ടാൻ പാകത്തിന് നീളം കൂട്ടി പൈപ്പിംഗ് ഇടണം. അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ നീളത്തിൽ പൈപ്പിംഗ് ഇട്ടാൽ ഇവിടെ പിടിച്ച് കെട്ടാം. പിന്നെ ഒരു പൈപ്പിംഗ് അടിച്ചിട്ട് ഇവിടെ രണ്ട് സൈഡിലും പിടിപ്പിച്ചാൽ ഇവിടെ ഒരു കെട്ട് കെട്ടാം. അങ്ങനെ രണ്ട് കെട്ട് ഇതിന് വരും. ഇത്രയേ ഉള്ളൂ. ഇത് ഫ്രണ്ട് ഓപ്പൺ, ഇത് ബാക്ക് ഓപ്പൺ. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.